ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 64. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. വിവർത്തനം. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. ഭാവാർത്ഥം: ഏതെങ്കിലും കൃത്രിമ പദ്ധതി പ്രകാരം ബാഹ്യമായ ഇന്ദ്രിയ സംയമനം സാധിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഒരു പതനത്തിന് തികച്ചും സാധ്യതയുണ്ടെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. കൃഷ്ണാവബോധം തികഞ്ഞ ഒരാൾ വൈഷയിക മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണാവബോധമുള്ളതുകൊണ്ട് വിഷയബോധങ്ങളിൽ അനാസക്തനായിരിക്കും. ഭക്തന്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ്. കൃഷ്ണന് അഭിമതമെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തതെന്തും അദ്ദേഹം ചെയ്തേക്കും. കൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനിടയുള്ളത് വേണ്ടെന്നും വയ്ക്കും. തൻ്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്കുമേൽ നിയന്ത്രണമുണ്ട്. വൈഷയിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം. ശ്ലോകം 65. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. വിവർത്തനം. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിനാ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. ശ്ലോകം 66. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ജാഭാവയത ശാന്തി രശാന്തസ്യ കുതസുഖം. വിവർത്തനം. പരമപുരുഷനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖമെവിടെ? ഭാവാർത്ഥം: കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. തപോയജ്ഞാദികളുടെ സത്ഫലങ്ങളെല്ലാം ആസ്വദിക്കുന്നത് കൃഷ്ണൻ തന്നെയെന്നും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും ഉടമയും എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്തും അദ്ദേഹം ഒരാളാണെന്നും അറിയുന്നവർക്കേ ശരിക്കും സമാധാനം ലഭിക്കൂ എന്ന് 5-ാം അധ്യായത്തിൽ 5:29 ഊന്നി പറയുന്നുണ്ട്. കൃഷ്ണാവബോധമില്ലെങ്കിൽ മനസ്സിന് ഒരു അന്തിമ ലക്ഷ്യമില്ല തന്നെ. ഒരു ഉറച്ച ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്. കൃഷ്ണനാണ് ഏതൊന്നിൻ്റെയും ആസ്വാദകനും ഉടമയും ഏവരുടെയും സുഹൃത്തുമെന്ന് മനസ്സിലാക്കിയാൽ സ്ഥിരചിത്തതയാർന്ന് സമാധാനം നേടാം. കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ആധ്യാത്മികമായ ഔന്നിത്യവും ശാന്തിയും വരിച്ചയാളെപ്പോലെ ഭാവിച്ചാലും ശരി എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും. കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുന്നതുമായൊരു പ്രശാന്ത അവസ്ഥയത്രേ കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.